എന്താ സാബി, എന്തിനാ വെറുതെ നീ ഞങ്ങളെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യണ്? ഇക്ക, നിന്റെ ഇക്ക അവിടെ തന്നെ ഉണ്ട്. നിന്റെ ഇക്കാനെ ഞാൻ പിടിച്ച് തിന്നിട്ടൊന്നുമില്ല. നീ ഒന്ന് മാറ്, എനിക്ക് എന്റെ ഇക്കാൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. അയ്യോ സോറി സാബി, ഇപ്പൊ പറ്റില്ല. ഞങ്ങൾ രണ്ടാളെ കാര്യമായിട്ട് ഒരു ചർച്ചയില്ല. അത് കഴിഞ്ഞിട്ട് നീ നിന്റെ ഇക്കാൻ്റെ അടുത്ത് എന്താന്ന് വെച്ചാ പറഞ്ഞു. ഓക്കെ? കൊണ്ടോരക്കാരി ഇവിടെ ഞാനൊന്ന് പുല്ലും. എന്താടി മോത്തിന് ഇത്ര കാനം? പല കടന്നേലും കുത്തിയാ? നീ എന്താടി എന്നെ നോക്കി പഠിപ്പിക്കുക? വെറുതെ നിങ്ങൾ എന്നെ ചൊറിയാൻ വരണ്ട. ലാസ്റ്റ് എന്റെ വായിലിരിക്കുന്നത് മൊത്തം നിങ്ങൾ കേൾക്കേണ്ടി വരും. പിന്നെ നീ ഒലത്തും. നീ ഇപ്പൊ ഈ അണ്ടി പോയ അണ്ണാനെ പോലെ നിൽക്കണ എന്തിനാന്നൊക്കെ എനിക്ക് അറിയാം. ഷെമീറാനെ കണ്ടിട്ടല്ലേ? അവള് ഇവിടെ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ നിന്റെ ഈ സൂക്കട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഷെമീറേ അവന്റെ അമ്മായിന്റെ മകളാ, അവന്റെ മുറപ്പുണ്ട്. അവള് ഇവിടെ വന്നതിന് നിനക്ക് എന്താടി കുഴപ്പം? ആര് വന്നാലും പോയാലേ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ അവള് വാലടച്ചും കൊണ്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നില്ലേ? അതിന്റെ ഉള്ളിലേ അവളുടെ കൂടെ എന്റെ കെട്ടിയവനാ. എന്റെ കാര്യം എനിക്ക് വിശ്വാസാ, പക്ഷെ അവളിനെ എനിക്ക് തീരെ വിശ്വാസമില്ല. ഒരു മോണുമാൻ്റെ സാധനം അത്. ദീ ഷെമീറാനെ കുറിച്ച് വേണ്ടാത്ത പറഞ്ഞണ്ടല്ലോ. എന്താടി അവൾക്കൊരു കുഴപ്പം? നിന്നെ വെച്ച് നോക്കുമ്പോഴേ അവള് പത്തരം മറ്റു തങ്കുവാ, തങ്കം. കാണാനാണെങ്കിൽ നിന്നെ കാള് സുന്ദരി, പിന്നെ നല്ല ജോലിയും ഉണ്ട്. പിന്നെ സ്വഭാവം കൊണ്ട് നോക്കുകയാണെങ്കിൽ അവളുടെ അകലത്തെത്തില്ല നീയൊന്നും. ആയിക്കോട്ടെ, എനിക്ക് അവളുടെ അത്ര ഭംഗിയൊന്നും വേണ്ട, സ്വഭാവവും വേണ്ട. പിന്നെ ജോലി, എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഠിപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞ്? കല്യാണം കഴിഞ്ഞാലും പഠിക്കാന്ന്, ഞങ്ങള് പഠിപ്പിക്കാന്ന്. എന്നിട്ട് ഞാൻ കണ്ടു നിങ്ങളുടെ പഠിപ്പിക്കല്. ഈ 4 ചുമരന്റെ ഉള്ളിൽ തളച്ചിട്ടു എന്നെ. അന്ന് നിങ്ങളുടെയൊക്കെ പഞ്ചാര വാക്കും കേട്ട് വിശ്വസിച്ച ഞാൻ വെറും പൊട്ടത്തിയല്ല, മരപ്പൊട്ടത്തിയാ. ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായല്ലോ നീ മരപ്പൊട്ടത്തിയാണ് എന്ന്. ഇപ്പൊ എനിക്ക് സമാധാനായി. ഇതാ എനിക്ക് ഭ്രാന്ത് വന്നിട്ടല്ലോ. കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുപോവാ. ഇക്ക, ഇക്ക, എന്ത്? ഇത് നിനക്കുള്ളതൊന്നല്ല, എന്റെ ഇക്കാക്കുള്ളതാ. അയ്യോ സാബി, വെള്ളം എനിക്ക് കുടിക്കാനാ. അവ നിന്റെ അടുത്ത് ചോദിച്ചോന്നേ ഉള്ളൂ. ഇല്ല, നിനക്ക് വേണമെങ്കിലേ അടുക്കളയിൽ പോയി എടുത്ത് കുടിക്കി. ഇക്ക ഇന്ന വെള്ളം. അത് ഷെമീറ കൊടുക്കടി, അവളെ വെള്ളം വേണം പറഞ്ഞു. ഇക്ക ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വാ. എടി അത് ഞങ്ങള് പോവാ, ഞാൻ റെഡി. നീ എവിടേക്കാ? ഞാനല്ല, ഞങ്ങളൊന്ന് പുറത്തു പോവാ. വരാനേ കുറച്ച് വൈകും, ഒരത്യാവശ്യ കാര്യണ്ട്. വാ പോവാ. സാബിറ, ഞാനിപ്പോ വരാം. ഇക്കപ്പ് ചോറോ? ഞാൻ അവിടെ വളമ്പി വെച്ചേക്ക, അത് കൊണ്ടിട്ട് പോയാ മതി.
എന്താ സാബ്ര അത് ഒരു മാനേഴ്സ് ഇല്ലാണ്ട് ഞങ്ങളൊരു വഴിക്ക് പോവാൻ നിൽക്കുമ്പോഴാ ചോറക്കാൻ അതൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം. ഡാ ഇനി നിന്ന സമയം വഴുകെ വാ. അയ്യോ സമയായില്ലേ, നീ നടന്നോ. ശരി, ഞാനിപ്പോ വരാം. അവൾ അവനെയും കൊണ്ട് പോയില്ലേ. നിനക്ക് അങ്ങനെ തന്നെ വേണ്ടടി, അല്ലെങ്കിൽ നിന്നെക്കാളും മേച്ചേ അവനിക്ക് അവൾ തന്നെ. നോക്ക് എന്തൊരു ജോഡിയാ അവര്. നീ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ഗോഷ്ടി കാണിച്ചോ, നിന്നെയും കൊണ്ട് അതിന് തന്നെ പറ്റുള്ളൂ. അവളിനെ കണ്ടു പഠിക്കടി, അവളുടെ ഡ്രസ്സൊക്കെ കണ്ടോ, എന്തൊരു ചന്ത കാണാൻ, എന്തൊരു സ്റ്റൈലാണ്. ഇതൊരുമാതിരി കരിയും പുകയും പിടിച്ച് നാറി മുഷിഞ്ഞും കൊണ്ട് വല്ല ചാണക ചപ്പ പോലെ ഉണ്ട്. പെണ്ണായാൽ മാത്രം പോരടി, ആണുങ്ങളിനെ മയക്കി വശത്താക്കാൻ കൂടി അറിയണം. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഇപ്പൊ അത്ര കെട്ടി ഒരുങ്ങി മയക്കിയിട്ടും കാര്യമൊന്നുമില്ല. മോന്ത തന്നെയല്ലേ, അത് മാറൊന്നുമില്ലല്ലോ. അവനിക്കും കൂടി തിരിച്ചും താല്പര്യം തോന്നണ്ടേ. എനിക്ക് തോന്നുന്നതേ ഷെമീറാന്റെ അടുത്ത് അവനിക്ക് എന്തോ താല്പര്യമുണ്ട്, അല്ലാണ്ട് അവർ രണ്ടാളും കൂടി ഇങ്ങനെ കറങ്ങാനൊന്നും പോയില്ല. നീ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ അവൾക്ക് അവന്റെ ജീവിതത്തിൽ കയറാം. നീ എന്ത് പറയണു? ദാ ഉമ്മാന്ന് വിളിച്ച നാം കൊണ്ടേ നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും വിളിപ്പിക്കണ്ട. നീ എന്തിനാ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? ഞാനുള്ളത് തന്നെ പറഞ്ഞത്. പണ്ടേ എന്റെ മകനിക്ക് ഷെമീറാന്റെ അടുത്ത് ഒരു നോട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അന്ന് അത് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഈ കുടുംബത്തിൽ നിന്ന് തന്നെ വേണ്ടാന്ന് വെച്ചിട്ടാ, അല്ലാണ്ട് ഷെമീറാൻ ഇഷ്ടപ്പെടാണ്ടൊന്നല്ല. അവൾ അന്ന് നല്ല സുന്ദരിയായിരുന്നു, നല്ല കുട്ടിയായിരുന്നു. ഞങ്ങൾക്കൊക്കെ അവളെ നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഈ കുടുംബത്തിൽ നിന്ന് വേണ്ട പറഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ അതിന്ന് മാറിയതാണ്. പിന്നെ അവനിക്ക് അതിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയല്ല അവൻ 2 വർഷം ഗൾഫിൽ പോയി നിന്നത്. പിന്നെ അവൻ വന്നിട്ടാണ് നിന്നിങ്ങട് കെട്ടി വലിച്ചും കൊണ്ട് വന്നത്. സത്യം പറഞ്ഞാലേ അവനിക്ക് നിന്നെ പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങള് നിർബന്ധിച്ചപ്പോ അങ്ങോട്ട് കെട്ടിയതാ. ഞങ്ങള് നിർബന്ധിക്കാൻ കാരണം നിന്നെ പിടിച്ചിട്ടൊന്നും കേട്ടോ. നിങ്ങളുടെ ഈ സ്വത്തും മുതലൊക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങോട്ട് പിടിച്ചു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, അവനും സമ്മതിച്ചു. അത്ര തന്നെ ഉള്ളൂ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ചിലപ്പോ ഷെമീറാൻ അങ്ങനെ കാണുമ്പോഴേ ആ പഴയ ഇഷ്ടം വന്നൂടാന്നൊന്നും ഇല്ലല്ലോ. എന്തായാലും നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇതെന്തായാലും ഇങ്ങനെ വിട്ടാ ശരിയായില്ല. സമയം 10 മണിയല്ലോ, എനിക്കെന്താ വരാത്തത്? ഫോൺ എടുക്കണില്ല. ഇക്ക നിങ്ങൾ എവിടെയാണിത്? എപ്പൊ പോയതാ? ഇങ്ങോട്ട് വരുന്നൊന്നുമില്ലേ? അയ്യോ എന്താ സാബി, എന്തിനാ നീ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? ഒരാൾ ഫോൺ എടുക്കണ്ടായ നിനക്ക് മനസ്സിലാക്കി കൂടെ എന്തെങ്കിലും തിരക്കിലാണെന്ന്? അതിനുള്ള ബോധം പോലും നീ ഇക്കാക്ക് ഫോൺ കൊടുക്കടി. ഇപ്പൊ എന്തായാലും കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളെ ഒരു മൂവിക്ക് വന്നേക്ക, മൂവി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വിളിക്കാട്ടാ. ഓക്കെ ബൈ. ഓ അപ്പൊ എന്നെ കൂട്ടാണ്ട് സിനിമയ്ക്കും പോയില്ലേ, അതും അവളുടെ കൂടെ. എന്നാലും ചിലപ്പം ആ ഉരുമ്പത്തോളം നിർബന്ധിച്ച് കെട്ടി വലിച്ച് കൊണ്ടുപോയതായിരിക്കും. എൻ്റെ ഒക്കെ അങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ ഒക്കെ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവിടെ നിർബന്ധിച്ചപ്പോ പോയതായിരിക്കും. സമാധാനവും ഇല്ല. ഇത് മതി. ഈ എണ്ണയും കൊണ്ട് അവളെ ഞാൻ ഇവിടെ നിന്ന് പറപ്പിക്കും. അവളുടെ ഇളക്കം ഞാൻ നിർത്തി കൊടുക്കണ്ട്.
ഇക്ക ഇറങ്ങിയോ? ആ ഇറങ്ങണു. എന്നാ വേഗം ഇറങ്ങിക്കോ, വെറുതെ എന്തിനാ സമയം കളയുന്നു. അതെന്തിനാ ഇത്ര നേരത്തെ ഇറങ്ങണത്? സമയം 9 മണി ആവണല്ലേ ഉള്ളൂ. അല്ല, ഇക്ക കുളിക്കുമ്പോഴേ ഇക്കാന്റെ ഓഫീസിൽ നിന്ന് മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ അത്യാവശ്യമാണ്, വേഗം പോവാൻ പറഞ്ഞു. എന്നിട്ട് നീ ഇതിപ്പോഴാ പറയണത്? എന്നാ ഞാൻ പോവാ. ശരി എന്നാ. ആ ഇനി ഇക്കാനെ വിളിക്കില്ലല്ലോ. ഓ, നേരം വെളുത്തോ? ഇന്നലെ നേരം വഴി വന്നോണ്ട് ഉറങ്ങിപ്പോയി. എന്റെ കാലേ, എന്റെ കാലോടിഞ്ഞ. അയ്യോ അയ്യോ, എന്റെ കാലോ. അയ്യോ, കാലൊടിഞ്ഞേ. അയ്യോ, അയ്യോ അയ്യോ, എന്താ എന്താ പറ്റി? എന്നൊന്ന് പേടിക്കുമ്പോ എന്റെ 2 കാലും പോയി. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ആശുപത്രി കൊണ്ടുപോകുമ്പ എന്റെ കാല്. മെല്ലെ മെല്ലെ പിടിക്ക്. ഇപ്പൊ വരാൻ. കാല് കാലേ. എനിക്ക് എനിക്ക് ഇപ്പൊ എവിടെ പോയി കിടക്കണേ? ഡിസാബിറ. അയ്യോ, കാലൊടിഞ്ഞേ. നിന്റെ 2 കാലും ഒടിഞ്ഞാ പോരടി, മുറിച്ച് കളയണം. അങ്ങനത്തെ സാധനം നീ. ഓ, അമ്മായിമ്മയാണല്ലോ. അവളുടെ കാല് ഒടിഞ്ഞാണാവോ. ഹലോ. പിന്നെ നീ അവളൊരു ഓട്ടോ വിളിച്ചിട്ട് ഇങ്ങോട്ട് വായോ. അവളുടെ 2 കാലത്തെയും വെല്ലൊടിഞ്ഞക്ക. പ്ലാസ്റ്റർ ഇട്ട കാരണം അവൾക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ അവളെ പിടിക്കാനും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സഹായിക്കില്ല. നീ ഒന്ന് വേഗം വായോ, ഒരു ഓട്ടോ വിളിച്ചിട്ട്. പിന്നെ എനിക്കിപ്പോ അതല്ലേ പണി. വേണമെങ്കിലേ നിങ്ങൾ തന്നെത്താൻ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നോ. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതൊക്കെ ശരി, അവളുടെ മൊത്തം കാര്യങ്ങളെ നിങ്ങൾ തന്നെ നോക്കേണ്ടി വരും. അവളുടെ 2 കാലം ഒടിഞ്ഞു കിടക്കുക. അവൾക്കൊന്നും അനങ്ങാൻ പോലും പറ്റില്ല. അതുകൊണ്ട് എല്ലാത്തിനും ഉമ്മ തന്നെ വേണ്ടി വരും. അതുകൊണ്ടേ ആലോചിച്ച് തീരുമാനിച്ചോ. അപ്പൊ ശരി. എവിടെ നിങ്ങളുടെ പുഞ്ഞാര ഷെമീറ? അവളെ ഞാനും അവളുടെ വീട്ടിലാക്കി. അയ്യേ, അതെന്തുമ്മ അങ്ങനെ ചെയ്ത്? അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഉമ്മയില്ലേ? പിന്നെ ഇപ്പൊ എന്തിനാ അവളുടെ വീട്ടിലാക്കി? അത് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതാ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന്. പിന്നെ അവൾക്ക് ഒരേ നിർബന്ധം അവളുടെ വീട്ടിൽ പോണെന്ന്. അപ്പൊ ഞാന് അവളുടെ വീട്ടിൽ കൊണ്ടാക്കി.